ഹായ് ഫ്രണ്ട്സ്, ഇവളെന്താണ് ഈ കാര്യമായിട്ട് പൊട്ടിക്കുന്നതെന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. പുള്ളിക്കാരിയുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണമാണ്. അതിന് നമ്മളൊരു ഗിഫ്റ്റ് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നു. അത് പുറത്തെടുക്കുന്ന സീനാണ് ഈ കാണുന്നത്. ഗിഫ്റ്റിന്റെ പുറത്ത് ആമസോണിന്റെ ഒരു കാർഡ് അവർ ഒട്ടിച്ചിരുന്നു. ആ കാർഡ് തുറന്നപ്പോൾ എൻജോയ് യുവർ ഗിഫ്റ്റ് ഫ്രം അഭിലാഷ് എന്നൊരു കുറിപ്പും ഉണ്ടായിരുന്നു. ഗോവയുടെ ഒരു ചെറിയ സൗണ്ട് ബാർ ആണ് കേട്ടോ ഗിഫ്റ്റ്. ഗിഫ്റ്റ് ആണെങ്കിലും ഇലക്ട്രോണിക് സാധനം ആയതുകൊണ്ട് ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് കേട്ടോ ഈ തുറന്നു വെക്കുന്നത്. ഇതാണ് കേട്ടോ ഐറ്റം. ഏപ്രിൽ 30, 2025 കേട്ടോ ഈ സാധനം നമ്മുടെ കൈ കിട്ടുന്നത്. 1000 രൂപയ്ക്ക് ഉള്ളിലായിരുന്നു ഇതിന്റെ വില. 16 വാട്ടിന്റെ 2 സ്പീക്കറുകളാണ് ഇതിനുള്ളിൽ വെച്ചിരിക്കുന്നത്. അത്യാവശ്യത്തിനുള്ള സൗണ്ടൊക്കെ ഇതിൽ നിന്ന് വരുന്നുണ്ട്. എന്തായാലും കൊടുക്കുന്ന കാശിന് മുതലാണ് ഈ ഐറ്റം. ഇതിലെ LED ലൈറ്റ്സ് ഒക്കെ കാണാൻ നല്ല രസമാണ്. എന്തായാലും വെറൈറ്റി ഒരു ഗിഫ്റ്റ് വാങ്ങണമെന്നുണ്ടായിരുന്നു, അത് നടന്നു. ഗിഫ്റ്റ് വാങ്ങുന്ന ആളിന് വാറണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് വാറണ്ടി കാർഡും ബില്ലും സെപ്പറേറ്റ് പ്രിന്റ് എടുത്ത് ഇതിന്റെ അകത്ത് വെച്ച് നമ്മളങ്ങ് പാക്ക് ചെയ്തു. അന്ന് വൈകുന്നേരം തന്നെ എന്റെ വൈഫ് ഗിഫ്റ്റ് കല്യാണ പെണ്ണിന് ഹാൻഡ് ഓവർ ചെയ്തു. പിറ്റേ ദിവസം മാർച്ച് 1, 2025 ഞാൻ മേടിച്ചു കൊടുത്ത സാരി കൊടുത്താണ് എന്റെ ഭാര്യ കല്യാണത്തിന് വന്നത്. പൂവാർ മൃദംഗ തിയേറ്ററിനടുത്തുള്ള ശ്രുതി റോയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം. എന്റെയും അവളുടെയും കല്യാണം കഴിഞ്ഞതും ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. കല്യാണത്തിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ ഈ ഓഡിറ്റോറിയത്തിന്റെ അകം വീണ്ടും കാണുന്നത്. ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ. അങ്ങനെ കല്യാണം മംഗളമായി നടന്നു. ഇനി പുതുപ്പെണ്ണിനെ യാത്ര അയക്കുന്ന ചടങ്ങാണ്. എന്തായാലും പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച നവദമ്പതികൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വൈകുന്നേരം ആയപ്പോ നമ്മൾ രണ്ടുപേരും കൂടെ അടിമലത്തുറ ബീച്ചിൽ പോയി. ഇവിടെ നിന്നാൽ ആഴിമലയുള്ള ശിവന്റെ വലിയ ശില്പം നമുക്ക് കാണാൻ കഴിയും. തീരത്ത് കുറെ ഭാഗം വെള്ളം കയറി കിടക്കുന്നോണ്ട് ഇത് കടന്നു വേണം ബീച്ചിലെത്താൻ. അങ്ങനെ ഞാനും അവളും കൂടെ മെല്ലെ അതിലൂടെ നടന്നു. അവസാനം നമ്മൾ ബീച്ചിലെത്തി. ഇവിടുത്തെ ബീച്ച് വ്യൂ കാണാൻ നല്ല രസമാണ്. കൂടാതെ നമ്മൾ ചെന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരയും ഉണ്ടായിരുന്നു. എന്റെ സഹധർമ്മിണിക്ക് കടലിൽ ഇറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കടലിലെ തിരയെ കൊണ്ട് കാല് തഴുകിക്കുന്നത് എനിക്കും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇതുപോലത്തെ ഒരു വിനോദം വേറെയില്ല. കുറെ നാളിന് ശേഷം ബീച്ചിൽ വന്നത് അവൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി. അവളത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനും വിട്ടില്ല. അത്യാവശ്യം വലിയ തിരകൾ എന്നെയും വന്ന് തഴുകിയിട്ട് പോയി. ഇവിടുത്തെ മൊത്തം വ്യൂ കാണാൻ നല്ല രസമാണ്. ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ സ്ഥലമാണിത്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ബൈ.